അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ലോകം മുഴുവൻ ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് അല്ലേ? പക്ഷേ അതിലൊരു വിചിത്രമായ കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നയാൾ എപ്പോഴും ജയിക്കണമെന്നില്ല. അതെങ്ങനെ സംഭവിക്കുന്നത്? ശരി, നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് ആ വലിയ ചോദ്യം. എങ്ങനെയാണ് ഒരാൾക്ക് ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് തോറ്റിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പ്രസിഡന്റാകാൻ പറ്റുന്നത്? കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേടില്ലേ? ഇത് ശരിക്കും ജനാധിപത്യമാണോ? ഇതിനൊരു ഉദാഹരണം വേണോ? 2016 ഇലക്ഷൻ നോക്കിയാൽ മതി. ഹിലരി ക്ലിന്റന് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഏകദേശം 30 ലക്ഷം വോട്ടുകൾ കൂടുതൽ കിട്ടി. പക്ഷേ അവസാനം ജയിച്ച് പ്രസിഡന്റായതാരാ? ട്രംപ്. അപ്പോൾ പിന്നെ ആ 30 ലക്ഷം വോട്ടിന് എന്തുപറ്റി? എന്താ ഇതിന്റെ പിന്നിലെ കാരണം? അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ എല്ലാം ഉത്തരം ഒരൊറ്റ കാര്യത്തിലാണ്. ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു സിസ്റ്റം. അതിന്റെ പേരാണ് ഇലക്ടോറൽ കോളേജ്. അപ്പോൾ എന്താ ഈ ഇലക്ടോറൽ കോളേജ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ടീമാണ്. 538 പേരുള്ളൊരു ടീം. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ പ്രസിഡന്റിന് നേരിട്ടല്ല വോട്ട് ചെയ്യുന്നത്. പകരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഈ 538 പേരിൽ കുറച്ചുപേരെ തെരഞ്ഞെടുക്കുകയാണ്. അവരെയാണ് ഇലക്ടർമാരെന്ന് പറയുന്നത്. അവസാനം ഈ ഇലക്ടർമാർ ഒരുമിച്ച് കൂടിയാണ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്. അതായത് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ പോലെ. ഈ കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്, 270. ആകെ 538 ഇലക്ടോറൽ വോട്ടുകളുണ്ടല്ലോ. അതിൽ ആർക്കാണോ 270 എണ്ണം കിട്ടുന്നത് അയാൾ ജയിച്ചു. അത്രയുള്ളൂ. 270, അതാണ് മാജിക് നമ്പർ. ശരി, അപ്പോൾ ഈ 538 എന്ന നമ്പർ എവിടുന്ന് വന്നു? ചുമ്മാ ഒരു നമ്പർ ഇട്ടതാണോ? അല്ല. അത് ഓരോ സ്റ്റേറ്റിനുമുള്ള കോൺഗ്രസിലെ സീറ്റുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അതായത് 435 ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അംഗങ്ങൾ, 100 സെനറ്റർമാർ, പിന്നെ വാഷിംഗ്ടൺ DC-ക്ക് ഒരു വോട്ട്. അപ്പോൾ കൂടുതൽ ജനങ്ങളുള്ള കാലിഫോർണിയ പോലെയുള്ള വലിയ സ്റ്റേറ്റുകൾക്ക് കൂടുതൽ ഇലക്ടറൽ വോട്ടുകൾ കിട്ടും. ജനസംഖ്യ കുറഞ്ഞ വ്യോമിംഗ് പോലുള്ള സ്റ്റേറ്റുകൾക്ക് കുറവും. സിമ്പിൾ. ഇനി നമ്മൾ ഈ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തിലേക്കാണ് വരുന്നത്. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ തർക്കങ്ങളുണ്ടാക്കുന്നതും ഇതാണ്. ഇതിനെ വിന്നർ ടേക്ക് ഓൾ എന്ന് പറയും. അതായത് ജയിക്കുന്നയാൾക്ക് എല്ലാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആളുകൾ വോട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി ആ സ്റ്റേറ്റിൽ ജയിക്കുന്നു. ശരി, അത് സിമ്പിളാണ്. പക്ഷേ ട്വിസ്റ്റ് ഇവിടെയാണ്. ആ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആ സ്റ്റേറ്റിലെ എല്ലാ ഇലക്ടറൽ വോട്ടുകളും ഒറ്റയടിക്ക് കിട്ടും. രണ്ടാമത് വന്നയാൾക്ക് ഒന്നും കിട്ടില്ല, 0. അതാണ് വിന്നർ ടേക്ക് ഓൾ. ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്നറിയണോ? ഒരു ഉദാഹരണം പറയാം. ഫ്ലോറിഡ എന്ന സ്റ്റേറ്റിൽ ഒരു സ്ഥാനാർത്ഥി വെറും ഒരൊറ്റ വോട്ടിനാണ് ജയിക്കുന്നതെന്ന് വെക്കുക. വെറും ഒരു വോട്ട്. എന്നാലും ഫ്ലോറിഡയിലെ മുഴുവൻ ഇലക്ടറൽ വോട്ടുകളും ആ ജയിച്ച ആൾക്ക് തന്നെ കിട്ടും. മറ്റേ ആൾക്ക് 0. കണ്ടില്ലേ? ഒരൊറ്റ വോട്ടുകൊണ്ട് ഒരു സ്റ്റേറ്റ് മുഴുവൻ കയ്യിലാക്കാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റം? കേൾക്കുമ്പോൾ തന്നെ എന്തോ ശരിയല്ലെന്ന് തോന്നില്ലേ? ഇതിന്റെ കാരണം അറിയണമെങ്കിൽ നമ്മൾ കുറച്ചധികം വർഷം പിന്നോട്ട് പോകണം. ഒരു 200 വർഷം. അപ്പോൾ 1787 അമേരിക്ക രൂപീകരിക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്ഥാപകർക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. ഒന്ന്, അന്ന് ഇന്നത്തെ പോലെ വാർത്തകളൊന്നും പെട്ടെന്ന് എല്ലായിടത്തും എത്തില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ ശരിയായ വിവരമില്ലാതെ വോട്ട് ചെയ്ത് തെറ്റായ ഒരാളെ പ്രസിഡന്റാക്കിയാലോ എന്നൊരു പേടി. പിന്നെ ജനസംഖ്യ കൂടിയ വലിയ സ്റ്റേറ്റുകൾ എപ്പോഴും തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെറിയ സ്റ്റേറ്റുകൾക്ക് ഒരു റോളും ഇല്ലാതെ വരികയും ചെയ്യുമോ എന്നൊരു പേടിയുമുണ്ടായിരുന്നു. ഈ 2 പ്രശ്നങ്ങൾക്കുമുള്ളൊരു പരിഹാരം, ഒരു ഒത്തുതീർപ്പ്. അതായിരുന്നു ഇലക്ടറൽ കോളേജ്. ശരി, അപ്പോൾ ചരിത്രം അതാണ്. പക്ഷേ ഈ പഴയ നിയമങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് അവരുടെ ഗെയിം പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഈ വിന്നർ ടേക്ക് ഓൾ സിസ്റ്റം കാരണം ഒരു പ്രത്യേകതരം സ്റ്റേറ്റുകളുണ്ടാകുന്നു. അതിനെയാണ് ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ചില സ്റ്റേറ്റുകൾ എപ്പോഴും ഡെമോക്രാറ്റുകൾക്കേ വോട്ട് ചെയ്യും, ചിലത് എപ്പോഴും റിപ്പബ്ലിക്കന്മാർക്കും. അപ്പോൾ സ്ഥാനാർത്ഥികൾ അവിടെയൊന്നും പോയി സമയം കളയില്ല. പകരം ആർക്ക് വേണമെങ്കിലും ജയിക്കാം എന്ന സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്ന കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സ്റ്റേറ്റുകൾ. എല്ലാ കളിയും നടക്കുന്നത് അവിടെയായിരിക്കും. ഈ കണക്ക് നോക്കൂ, ശരിക്കും ഞെട്ടിക്കുന്നതാണ്. 2016 ഇലക്ഷനിൽ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണ പരിപാടികളിൽ 3-ൽ 2 നടത്തിയത് വെറും 6 സ്റ്റേറ്റുകളിലാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ബാക്കിയുള്ള 44 സ്റ്റേറ്റുകളെയും അവിടുത്തെ കോടിക്കണക്കിന് വോട്ടർമാരെയും ഒരു തരത്തിൽ അവർ അവഗണിക്കുകയായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ന് അമേരിക്കയിൽ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ഇലക്ടറൽ കോളേജ് സിസ്റ്റം ഇപ്പോഴും ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്തിന് ഇത് ചേർന്നതാണോ? ഈ വിഷയത്തിൽ 2 ഭാഗത്തും ശക്തമായ വാദങ്ങളുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഈ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ചെറിയ സ്റ്റേറ്റുകൾക്ക് വിലയുണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റുകൾ മാത്രം എപ്പോഴും ജയിക്കുമെന്ന്.
അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥികൾ ശ്രമിക്കുമെന്നും അവർ പറയുന്നു. പക്ഷേ എതിർക്കുന്നവരുടെ വാദം വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ആളുകളുടെ വോട്ട് കിട്ടിയ ആൾ തോൽക്കുന്നത് എന്ത് ജനാധിപത്യമാണ്? പോരാത്തതിന് സ്ഥാനാർത്ഥികൾ എല്ലാവരെയും മൈൻഡ് ചെയ്യാതെ കുറച്ച് സ്വിംഗ് സ്റ്റേറ്റുകളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നതിനും ഈ സിസ്റ്റം ഒരു കാരണമാണ്. അപ്പോ അവസാനം നമ്മൾ വീണ്ടും ആ തുടക്കത്തിലെ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. 200 വർഷം മുൻപ് അന്നത്തെ സാഹചര്യത്തിലുണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പ് ഇന്നത്തെ ആധുനിക ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തിന് എത്രത്തോളം ചേർന്നതാണ്? ഇത് മാറ്റണോ അതോ നിലനിർത്തണോ? ഇത് അമേരിക്കക്കാരെ നിരന്തരം ചർച്ച ചെയ്യുന്നൊരു ചോദ്യമാണ്. ഉത്തരം ഇപ്പോഴും വ്യക്തമല്ല.